ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വാഗമണിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായ മൊട്ടക്കുന്നിലേക്കാണ്. മെഡോസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വാഗമണിൽ ആര് വന്നാലും ഈ മൊട്ടക്കുന്നിനെ ഒന്ന് കാണാതെ പോകാറില്ല. അത്ര വിശാലമായി നീലാകാശത്തിൻ്റെ താഴെ പച്ച വിരിച്ച മൊട്ടക്കുന്നുകളാണ് ഇവ. അതിനാൽ മൊട്ടക്കുന്ന് എന്നാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. എവിടെ ചെന്നാലും വാഗമണിലെ മൊട്ടക്കുന്നിനെ കുറിച്ചുള്ള ചർച്ചകളും കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ പലരും പങ്കുവയ്ക്കാറുണ്ട്. ആ കാണുന്ന മൊട്ടക്കുന്നാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ പ്രദേശം. വാഗമൺ സഞ്ചാരത്തിൽ വാഗമൺ ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ. ഞങ്ങൾ അങ്ങനെ മൊട്ടക്കുന്നിൻ്റെ നെറുകയിൽ എത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് എങ്ങ് നോക്കിയാലും പച്ച വിരിച്ച മലകളാണ് കാണുവാനുള്ളത്. അങ്ങ് കാണുന്ന പാറപ്പുറമാണ് തങ്ങൾ പാറ എന്നറിയപ്പെടുന്നത്. ഈ മൊട്ടക്കുന്നിൻ്റെ വിശാലതയെക്കുറിച്ച് ഒരുപാട് സഞ്ചാരികൾ പല കഥകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടം വലിയ പുൽമേടുകളാണ്, ഇവിടങ്ങളിൽ ഒരുപാട് ഐതിഹ്യങ്ങളും മറ്റും നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാരായ പലരോടും ചോദിച്ചപ്പോൾ അവർക്കൊന്നും അതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ആധുനികതയിലേക്ക് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രധാന ഒരു പോയിൻ്റ് എന്നുള്ളത് ഈ കാണുന്ന ആകാശ സൈക്കിൾ സഞ്ചാരമാണ്. നിലവിൽ ഇന്ന് വലിയ തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ട് ആ റോപ്പ് വേയിലൂടെ സൈക്കിളിൽ സഞ്ചരിക്കാൻ ആരും തയ്യാറായി കാണുന്നില്ല. അതിനാൽ ഇതിൻ്റെ സംഘാടകർ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയോടെ ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടു. തന്നെയുമല്ല, ഇതിൻ്റെ താഴ്വാരത്തായി ഒരു ചെറിയ തടാകവും ഒക്കെ ഉണ്ട്. ആ തടാകത്തിൽ ചെറിയ കയാക്കിംഗ് സംവിധാനം പോലെ കുട്ടികൾക്കുള്ള ചില സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏതോ ഒരു സ്കൂളിൽ നിന്ന് വന്ന മുഴുവൻ കുട്ടികളും വട്ടമിട്ടുള്ള വട്ടക്കളിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ദൃശ്യം എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഞാനും പങ്കാളിയും കൂടി ആ ദൃശ്യത്തെ ഒന്ന് ക്യാമറയിൽ പകർത്താമെന്നുള്ള ആഗ്രഹത്താൽ മുമ്പോട്ട് നീങ്ങുകയാണ്. മൊട്ടക്കുന്ന് ശരിക്കും മനുഷ്യൻ്റെ കാൽപെരുമാറ്റം കൊണ്ട് പുല്ലുകളൊക്കെ നശിച്ച് മൊട്ടക്കുന്ന് തന്നെയായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ആളുകൾ കൂടുതൽ കളിക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന പ്രദേശം ശരിക്കും പുല്ലൊക്കെ തേയ്മാനം വന്ന് പുല്ലുകളൊക്കെ നശിച്ച് ശരിക്കും മൊട്ടക്കുന്നായി രൂപപ്പെട്ടു കഴിഞ്ഞു. അതാ കുട്ടികൾ അങ്ങനെ വട്ടമിട്ട് കളിക്കുന്ന വട്ടക്കളി ആരംഭിച്ചിരിക്കുന്നു. വലിയ സന്തോഷം തോന്നി ആ കുട്ടികളുടെ ഈ വട്ടക്കളി കണ്ടിട്ട്. കാരണം ഒരു സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ ഇങ്ങനെ കൈകോർത്ത് പിടിച്ച് വട്ടത്തിൽ ചുറ്റി പാട്ടുപാടി ഓടുന്നത് കാണുമ്പോൾ നമുക്കും വല്ലാത്തൊരു ആവേശവും ഉത്സാഹവുമാണ് തോന്നുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പച്ച വിരിച്ച ഒരു മൊട്ടക്കുന്നിൻ്റെ ഓരത്തായി ഞങ്ങൾ ഒരല്പനേരം റെസ്റ്റ് എടുത്തു. പച്ചപ്പാണൻ്റെ സന്തോഷം ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അങ്ങനെ മൊട്ടക്കുന്നിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവച്ച് ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങൾ വാഗമണിനോട് വിട പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഗുഡ് ബൈ.